ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പ്രകാശൻ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കാട്ടോ കണ്ണാടിയുടെ മുമ്പിൽ അപ്പൊ വിക്രം എന്നിട്ട് ചോദിക്കണ്ട, അച്ഛാ ഒരു മരണം കാണാൻ പോകാണ്ട് ഇത്ര ഒരുങ്ങി പോകേണ്ട ആവശ്യമുണ്ടോ? എടാ മോനെ, ആരാ മരിച്ചത്? നമ്മുടെ എല്ലാം പൊതുശത്രു. നമ്മളൊക്കെ എത്രമാത്രം ആൾ ദ്രോഹിച്ചത്, എന്നെ എത്രമാത്രം ദ്രോഹിച്ചത് നിനക്കറിയാലോ. അച്ഛനെ മാത്രം, അപ്പൊ എന്നെ ദ്രോഹിച്ചിട്ടില്ലേ? അതേടാ, അപ്പൊ അയാൾ അങ്ങനത്തെ ഒരാൾ മരിക്കുമ്പോ അണിഞ്ഞൊരുങ്ങി തന്നെ അയാളുടെ മുമ്പിൽ പോകണ്ടേടാ. അതും ശരിയാ എന്ന് പറയണ. എന്നാ അണിഞ്ഞൊരുങ്ങിക്കോ എന്ന് പറയണ്ടേ. ഇന്ന് എന്തായാലും എനിക്കൊന്ന് അയാളെ ശരിക്കും കൺകുളിർക്കൊന്ന് കാണണോടാ. അയാളുടെ ചിത കത്തുമ്പോ ആരില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ എനിക്ക് അയാളെ ചിതയെ നോക്കിട്ട് ഒന്ന് കാർക്കിച്ച് തുപ്പണം. പിന്നെ ചിത കത്തണ സമയത്ത് മാറി നിന്ന് പൊട്ടിച്ചിരിക്കണം. അങ്ങനെ പല വഴികളുണ്ടാ. അയാളെ നെഞ്ചത്ത് ചവിട്ടാൻ പറ്റണില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ. അച്ഛാ അതൊക്കെ പോട്ടെ, എന്നാൽ ചന്ദ്രസേന എന്ന് പറഞ്ഞ മാരണം പോയി കിട്ടിയല്ലോ. പിന്നെ നമ്മളവിടെ പോയി ആഘോഷിക്കുമ്പോ ആ രാഹുലും ബഗാസുരനും അതുപോലെ തന്നെ അയാളുടെ ഭാര്യയും മകളൊക്കെ നമ്മുടെ കൂടെ കൂടുമായിരിക്കും. കൂടട്ടേടാ, അവര് കാണാൻ ഇങ്ങനത്തെ ഒരു സന്തോഷമായിട്ട് നമുക്ക് ഉണ്ടായത്. അത് ശരിയാച്ചാ. എങ്കിലേ നവാച്ച റെഡി ആയിക്കോ, ഞാനും റെഡി ആവട്ടെ എന്ന് വിക്രം പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സരിയുനെയും ഷാരിനെയാണ്. അവർ പറയുന്നുണ്ട് പരസ്പരം, എന്നാലും നിന്റെ അച്ഛൻ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ മോളെ. പോയിട്ട് നല്ല രീതിയിൽ തന്നെ വാങ്ങിച്ചിട്ടായിരിക്കും വരുന്നത് എന്ന് പറയാണ്. ആ സമയത്ത് തന്നെ അവിടേക്ക് രാഹുൽ വരുന്നുണ്ട്. വണ്ടിയിൽ വന്നിട്ട് ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെ ഇറങ്ങി വരുവാണ്. ദേടി മോളെ, നിന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. ശരിയാണല്ലോ, വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ രാഹുൽ അകത്തേക്ക് കയറുക. അല്ല മനുഷ്യ, എന്തോ പെങ്ങളുടെ വീട്ടിൽ പോയിട്ട് എന്തോ ഉണ്ടാക്കുമെന്നോ ഇന്ന് ഭയങ്കര സന്തോഷ വാർത്ത കേൾപ്പിക്കാന്നോ നിങ്ങൾ റെഡി ആയിട്ട് നിന്നോ, ഞാൻ വിളിക്കുമ്പോ അങ്ങോട്ടേക്ക് വരണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഒന്നും ആയില്ലേ എന്ന് പറയാണ്. അമ്മേ, കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതേടി മോളെ, കവിളി ശരിക്കും നോക്കിയേ, 5 വിരലും പതിഞ്ഞിട്ടുണ്ട്. അല്ല, ഇത് ആരുടെ 5 വിരല പതിഞ്ഞേക്കണത്? രൂപയുടെ ആണോ, ചന്ദ്രസേനന്റെ ആണോ, അതോ കിരണിന്റെ ആണോ, കല്യാണിന്റെ ആരുടെയാണ് പതിഞ്ഞേക്കണം ചോദിക്കുമ്പോ നിനക്ക് പറഞ്ഞു തരണ്ടേ, എല്ലാരും കൂടി എന്നെ പ്രാന്ത് പിടിപ്പിക്കരുത് എന്നൊക്കെ പറയുമ്പോ മനോഹർ അങ്ങോട്ടേക്ക് വരുവാട്ടോ. ബഗാസുരൻ എത്തിയോ? അല്ല, ആരുടെ കയ്യിൽ നിന്ന് ഇന്ന് ചവിട്ടും മേതയൊക്കെ കിട്ടിയത് എന്ന് പറയുമ്പോ, എടാ എന്താണ് നീ പറഞ്ഞത്? ചവിട്ടും മേതയും കിട്ടുന്ന ആടാ, എല്ലാരും കൂടി എന്നെ പ്രാന്ത് പിടിപ്പിക്കുന്നത്. മനോഹറിന്റെ കഴുത്തിനെ കയറി പിടിക്കാട്ടോ. അയ്യോ എന്റെ കഴുത്ത്, വിട് വിട് എന്ന് പറയുമ്പോഴേക്കും സരിയോ പറയുന്നുണ്ട്, അച്ഛ വിട് അച്ഛ എന്ന് പറയുമ്പോ ഷാരു പറയുന്നുണ്ട്, എന്താ മനുഷ്യൻ നിങ്ങൾ കാണിക്കണം, അവന്റെ കഴുത്തിനെ വിട്. എടി എന്താടി നീ ഇവനെ സപ്പോർട്ട് ചെയ്യണത്? ഇവനെ സപ്പോർട്ട് ചെയ്യണം, നിന്റെ താരടി പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോഴേക്കും കഴുത്തിന് വിടെന്ന് പറയുമ്പോ, ഇല്ല ഞാൻ ഇവനെ കൊല്ലാൻ പോവാ, ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല, എല്ലാത്തിനും കൊന്ന് ഞാൻ ജയിലിൽ പോകും, എനിക്കിപ്പോ ജയിലിൽ പോകാൻ ഒരു മടിയുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ കഴുത്തിനെ കയറി പിടിക്കട്ടോ. സരിക്ക് ദേഷ്യം വരുവാണ്. സരി അപ്പൊ തന്നെ വേഗം പോയിട്ട് അടുക്കളയിൽ പോയിട്ട് വലിയൊരു കത്തി എടുത്തോണ്ട് വരുവാണ്. രാഹുലിന്റെ പിന്നാലെ ഇങ്ങനെ പിടിക്കണ്ട്. മനുതയ്ക്ക് എന്റെ മനുവിന്റെ കഴുത്തിന് വിടറോ, അല്ലെങ്കിൽ കത്തി എടുത്ത് തന്നെ കൊല്ലും ഞാൻ എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ മനോഹറിന്റെ കഴുത്തിനെ പിടി വിട്ടിട്ട് സരിയുടെ അടുത്തേക്ക് രാഹുൽ പറയുന്നുണ്ട്, ആണോ നീ എന്നെ കൊല്ലും? കൊല്ലും, എന്നാ കൊല്ലടി, എന്റെ നെഞ്ചിൽ തന്നെ നീ കത്തി കയറ്റടി, എനിക്കും ജീവിക്കാൻ ഒരു ആഗ്രഹമില്ല, ഒന്നെങ്കിൽ ജീവിക്കാൻ അല്ലെങ്കിൽ ഞാൻ ജയിലിൽ പോകും, എന്താണെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല, മാറി നിക്കടി അവിടെ നിന്ന് പറഞ്ഞിട്ട് സരിവിനെ പിടിച്ചിട്ട് ഒറ്റ തള്ളുതാണ്. ശേഷം രാഹുൽ അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അകത്തേക്ക് കയറി പോകുന്ന രാഹുൽ അടുത്തേക്ക് ഷാരി പോകുവാണ്. മനുഷ്യ, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്? മനോഹറിനെ കുറിച്ച് എന്തെങ്കിലും സത്യങ്ങൾ പറഞ്ഞല്ലേ, മോൾക്കത് താങ്ങാൻ പറ്റില്ല, അവള് സത്യങ്ങളൊക്കെ അറിയണമല്ലോ, ഇനി ഇതിനെ മൂടി വെച്ചിട്ട് എനിക്ക് എല്ലാവരും കൊണ്ട് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ മനുഷ്യ, പ്രാന്ത് പിടിച്ചോ? എന്താ നിങ്ങൾ ഇനി ഷോക്ക് അടിപ്പിക്കണോ? ഭ്രാന്താശുപത്രി കൊണ്ടുപോകണോ? അതേടി നീയും കൂടി തുടങ്ങിക്കോടി, നിന്നെ ഞാൻ വെച്ചേക്കില്ലടി, നോക്കിക്കോടി എന്ന് പറഞ്ഞിട്ട് അവന്റെ തന്നെ കത്തിയെടുത്ത് ഷാരുടെ നേരെ നീട്ടുവാണ്. എന്റെ കഴുത്തിലും കയറി പിടിക്കണ്ട്, നിന്നെ ഞാൻ ഇല്ലാതാക്കൂടി, എല്ലാരും കൂടി എന്നെ വട്ടാക്കി പൊട്ടനാക്കി, എല്ലാരും കൂടി എന്നെ പൊട്ടനാക്കാൻ പറ്റുന്നതാണ് നിങ്ങളുടെയൊക്കെ വിചാരം, നോക്കിക്കോ, എല്ലാത്തിനും വെട്ടിക്കൂത്തി ഞാൻ ജയിലിലേക്ക് പോകും എന്നൊക്കെ പറയാണ്. ഈ മനുഷ്യൻ ശരിക്കും ഭ്രാന്തായി, പോടി ഇവിടെ എന്ന് പറയുമ്പോഴേക്കും ഷാരി അവിടെ നിന്ന് എടുത്ത് ഓടുവാണ്. ശേഷം രാഹുൽ അവിടെ ചട്ടിയും കലവും പാത്രങ്ങളൊക്കെ ഇങ്ങനെ തട്ടിയും തെറിപ്പിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുവാട്ടോ. ആ സമയത്ത് മനോഹർ താഴത്ത് സരിയോട് പറഞ്ഞു, മോളു നിന്റെ അച്ഛനെ ശരിക്കും ഭ്രാന്തായെന്ന് തോന്നുന്നു, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല, മനുവേട്ടൻ എന്തൊക്കെയാ പറയണത് എന്ന് പറയുമ്പോ ഷാരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മോളെ, നിന്റെ അച്ഛനെ ശരിക്കും വട്ടായി കേട്ടോ, അയാൾ എന്ത് കിട്ടിയാലും കൊല്ലും എന്ന രീതിയിലാ പറഞ്ഞുകൊണ്ടിരിക്കണതെന്ന് പറയുമ്പോ, അമ്മ എന്തൊക്കെയാ ഇവിടെ നടക്കണെന്ന് പറയുമ്പോഴേക്കും മനോഹർ പറയുന്നുണ്ട്, മോളു ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ പോവാ മോളു, കുറച്ചു ദിവസം ബിസിനസിന്റെ മീറ്റിംഗ് ഉണ്ട്, ഞാൻ കുറച്ചു ദിവസം മാറി നിൽക്കാൻ പോവാ ഇവിടെ നിന്ന്. അയ്യോ മനുവേട്ട ഒറ്റക്ക് പോകാൻ പോവാണോ? ഞാനും മോളും കൂടി വരട്ടെ മനുവേട്ട. അയ്യോ മോളു, നിങ്ങൾ വന്നാൽ ശരിയാവില്ല, ഞാനേ ഒരു ബാച്ചിലർ ഹോട്ടലിലാണ് പോയി നിൽക്കാൻ പോണത്, അതുകൊണ്ട് നിങ്ങൾ വന്നാൽ ശരിയാവില്ല മനുവേട്ട, വേണ്ട മനുവേട്ട, പോവല്ലോ മനുവേട്ട. മോളെ എങ്ങനെയാ മോള് ഇങ്ങനെ സ്ഥലത്ത് നിൽക്കുക, 4 സമയത്ത് കത്തിയായിട്ട് കുത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മാത്രല്ല മോളു, ഞാൻ മോളിനെ കൊണ്ടുപോകാം, 2-3 ദിവസം ഒന്ന് മാറി നിൽക്കട്ടെ മോളു. കണ്ടില്ല അമ്മേ എന്റെ മനുവേട്ട പറഞ്ഞത്, ഈ അച്ഛൻ കാരണം മനുവേട്ട മാറി നിൽക്കാൻ പോകുവാണെന്ന് പറയുമ്പോഴേക്കും ഷാരിക്ക് പുച്ഛമായിട്ട് തോന്നണത്. മനുവേട്ട എന്നെ വിട്ട് പോലെ മനുവേട്ട, മോളെ എനിക്ക് പോയേ പറ്റൂ, മോള് വിഷമിക്കണ്ട, 2 ദിവസം 2 ദിവസം അതിനുള്ളിൽ മനുവേട്ടൻ വരും മോളെയും കൂട്ടിക്കൊണ്ട് പോവാനായിട്ട്. മനുവേട്ട അതുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. മോള് ഇങ്ങനെ വിഷമിക്കല്ലേ മോളു, നോക്ക് നമ്മുടെ നല്ലതിന് വേണ്ടിട്ടല്ലേ, നമുക്ക് എത്രയും പെട്ടെന്ന് മാറണം, അതിന് വേണ്ടിട്ടല്ലേ മോളു എന്നൊക്കെ പറഞ്ഞിട്ട് സരുവിനെ കെട്ടിപ്പിടിച്ച് കരയണ പോലെ അഭിനയിക്കുകയാണ് മനോഹർ. അങ്ങനെ ഷാരിയുടെ മുഖത്തൊക്കെ 2 പ്രാവശ്യം സൈറ്റ് അടിച്ച് ഇങ്ങനെ മനോഹർ കാണിക്കണ്ട്, നാണുമില്ലാത്ത എന്ന് പറഞ്ഞിട്ട് ഷാരി ഇങ്ങനെ തല ഇങ്ങനെ തിരിക്കുവാട്ടോ.
അങ്ങനെ മനോഹർ അവിടെ നിന്ന് തടി തപ്പി പോവാണ്. ശേഷം കാണിക്കുന്നത് നമ്മുടെ കിരണിനെയും കല്യാണിനെയും സോണിനെയും ആൽബിനെയാണ്. അവര് 3 പേര് കേക്ക് ഒക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആൽബി പറയുന്നുണ്ട് കല്യാണി അടുത്ത്, നമ്മൾ ഒരുപാട് വൈകിയല്ലേ കല്യാണി. അപ്പോഴേക്കും സോണി പറഞ്ഞിട്ട് അതിങ്ങനെ വൈകാതിരിക്കും, നമുക്ക് പറ്റിയൊരു കേക്ക് കിട്ടണ്ടേ എന്ന് പറയാണ്. എന്തായാലും എല്ലാരും നമ്മളെ കാത്തിരിക്കായിരിക്കും, വാ അകത്തേക്ക് കയറാം എന്ന് പറയാണ്. ആ സമയത്ത് എന്താണ് നമ്മുടെ കിരൺ ഓടി വരുന്നുണ്ട്. ആഹാ, നിങ്ങൾ പോയിട്ട് എത്ര നേരം? ഞങ്ങളെല്ലാരും ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. അകത്ത് 2-3 പേര് ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. എന്തിനാ ടെൻഷൻ അടിക്കണത്? ഒന്നും പറയണ്ട, കേക്ക് അന്വേഷിച്ച് പോയതല്ലേ, കേക്ക് കിട്ടണ്ടേ, മനസ്സിന് അനുയോജ്യമായ കേക്ക് കിട്ടണ്ടേ, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ആ പിന്നെ കല്യാണി, ഇവിടെ 2 പേര് വരുന്നുണ്ട്. 2 പേരും അതാരൊക്കെയാ കിരണേട്ടാ? ഒന്ന് നിന്നെ തള്ളി പറഞ്ഞ നിന്റെ അച്ഛനും പിന്നെ അയാളെ മോനും. അവരെന്തിനാ ഇവിടെ വരുന്നത്? അതെ, എന്റെ അച്ഛന്റെ ശവം കാണാനായിട്ട്. കിരണേട്ടൻ എന്തൊക്കെയാ പറഞ്ഞത്? അതേന്നേ, അവര് മരണവാർത്ത അറിഞ്ഞു. ബഗാസുരനെങ്ങാനും പറഞ്ഞതായിരിക്കും. ഹരിയേട്ടനെ വിളിച്ചായിരുന്നു എപ്പോഴാ ഡെഡ് ബോഡി എടുക്കണേന്ന് അറിയാനായിട്ട്. ഹരിയേട്ടനും വിട്ടുകൊടുത്തില്ല. അച്ഛൻ പറഞ്ഞു ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞു, 2 പണി കൊടുക്കാന്ന്. ഹരിയേട്ടൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് എടുക്കും, വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരിവരെ വരും. അതുകൊണ്ട് മുമ്പിലൊന്നും അലങ്കരിച്ചിട്ടില്ല കല്യാണി, എല്ലാ അലങ്കാരവും ഉള്ളിലാണ്. അതേതായാലും നന്നായി, അവരും കൂടി വരട്ടെ, അവർക്കും കൂടി കൊടുക്കാം എന്ന് കല്യാണി പറയാണ്. എന്നിട്ട് ആൽബി പറയുന്നുണ്ട്, ഹോ, എന്റെ ജീവിതത്തിൽ ഈ ബഗാസുരൻ, അവരുടെ ഫാമിലി, കല്യാണിയുടെ അച്ഛനും കല്യാണിയുടെ ആങ്ങള, ഇവരെ പോലത്തെ ഒരു ജന്മങ്ങളെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ കിരൺ പറയണ്ടേ, എന്റെ ആൽബി, നമ്മുടെ ലോകത്ത് എത്രയോ പേര് ഇങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന് അറിയാവോ? നമ്മൾ അറിയാത്തോണ്ടാണ്. പത്രത്തിലും ടിവിയിലൊക്കെ കാണാറുള്ളതല്ലേ. ഇപ്പൊ നമ്മുടെ ഫാമിലി ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ, വാ അകത്ത് വന്നിട്ട് എല്ലാരും വിളിച്ച് അകത്തേക്ക് വിളിക്കുകയാണ്. ആ സമയത്ത് ആഹാ, എല്ലാരും എത്തിയല്ലോ എന്ന് സേനനും അതുപോലെ തന്നെ നമ്മുടെ രൂപയൊക്കെ പറയണ്ടോ, എത്ര നേരം ഈ മക്കളെ നിങ്ങൾ പോയിട്ട്, എന്ത് പറയണമേ, ഇതൊക്കെ കിട്ടണ്ടേ, എല്ലാം റെഡിയാക്കിയോ അമ്മേ എന്ന് പറയുമ്പോ യാമിനി ചേച്ചി പറയണ്ട്, ആ എല്ലാം റെഡിയാക്കിണ്ടേ, ഇനി കല്യാണിയുടെ കയ്യൊപ്പം കൂടെ പതിച്ചാ മതി എന്ന് പറയാണ്. അയാള് വരുമല്ലേ, ആ പ്രകാശനും അതുപോലെ തന്നെ വിക്രമൊക്കെ, ആ അവരും വരുന്നുണ്ട് മോളെ, വരട്ടെ, എല്ലാരും വരട്ടെ, എല്ലാവർക്കും നല്ല അടിപൊളി ട്രീറ്റ് തന്നെ കൊടുക്കാം എന്ന് ചന്ദ്രസേനൻ പറയാണ്. അതേസമയം വിക്രവും പ്രകാശും കൂടി ബൈക്കിലിങ്ങനെ വെട്ടിപ്പാനി ഇങ്ങനെ പോകുവാട്ടോ. അച്ഛനൊന്ന് അയാളെ വിളിച്ച്, ആരെയാ മോനെ? ഇയാളെ, ആ സൂപ്പർവൈസർ ഹരീന. എന്തൊരു ചൂടാ, തല മൊട്ടടിച്ചപ്പോ ചൂട് കൂടി എന്നൊക്കെ പറയാണ്. നീ ഒന്ന് വണ്ടി ഒതുക്ക്, ഞാൻ അയാളെ വിളിക്കാം എന്ന് പറയണം. അങ്ങനെ പ്രകാശൻ ഹരിനെ വിളിക്കാൻ പോകുമ്പോഴേക്കും ചന്ദ്രസേനും ഹരിനെ പറയണം കേട്ടോ, അതെ ഹരി ഇനി അയാളെ വിളിച്ചോ, ബ്ലഡ് ബോഡി എടുക്കാനായി പെട്ടെന്ന് വരാൻ പറ. ഞാൻ വിളിക്കാം സാറേ എന്ന് പറഞ്ഞിട്ട് ഹരിയും ഫോൺ എടുത്ത് വിളിക്കാൻ പോകുമ്പോഴാണ് പ്രകാശൻ ഹരിനെ വിളിക്കണത്. ഹലോ, എടോ ഹരി, എപ്പോഴാ ഡെഡ് ബോഡി എടുക്കണത്? അതെ, 15 മിനിറ്റിനുള്ളിൽ എടുക്കും. കുളിപ്പിച്ചു കൊണ്ട് ഇവിടെ കിടത്തിയിരിക്കുക ആണോ? എങ്കിൽ പെട്ടെന്ന് വരാം എന്ന് പറയാണ്. എടാ മക്കളെ, 15 മിനിറ്റിൽ എടുക്കുമെന്ന്. അച്ഛനോട് ഞാൻ പറഞ്ഞല്ലേ അച്ഛാ, എത്രയും പെട്ടെന്ന് പോകാന്ന്. ഇപ്പൊ ഡെഡ് ബോഡി കണ്ട് ആസ്വദിക്കാനുള്ള സമയം പോലും ഇല്ലല്ലോ. എടാ മക്കളെ, നമുക്ക് ആസ്വദിക്കാതെ, അതിനുള്ള വകയൊക്കെ അവിടെ ഉണ്ടാവും. നീ പെട്ടെന്ന് വണ്ടി എടുക്കുക എന്ന് പറയണം. അങ്ങനെ വണ്ടി പറപ്പിച്ചു വിടട്ടോ വിക്രം. തൊട്ട് പിന്നാലെ പ്രകാശനും ഇരിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷത്തില്. അങ്ങനെ നമ്മുടെ ആൽബി പറയണ്ട്, ഒരു കണക്കിന് ഞാൻ പ്രകാശനോടും അവന്റെ മോനോടൊക്കെ നന്ദി പറയേണ്ടതാണ്. എന്താ ആൽബേട്ടൻ അങ്ങനെ പറഞ്ഞത്? അല്ല, പ്രകാശം വളർത്തി വഷളാക്കിയോണ്ടല്ലോ വിക്രം അങ്ങനെ ആയത്. അതുകൊണ്ടാണല്ലോ വിക്രം തന്നെ കല്യാണം കഴിച്ചതും എനിക്ക് കിട്ടിയതും. അതുകൊണ്ടിട്ടാന്ന് പറയുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ചിരിക്കുകയാണ്. രൂപ പറയണ്ടേ, സന്തോഷിക്കേണ്ടതൊക്കെ കൊള്ളാം, പക്ഷെ പേടിക്കേണ്ട ആൾക്കാരെ പിണക്കി വിടാൻ പോണത് എന്ന് പറയുന്നിടത്താണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.